ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ രുചികരമായ ഒരു മുട്ടച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കിയല്ലോ ചേട്ടാ. നമുക്ക് ഇന്ന് ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കാം ഇല്ലയോ? അപ്പോൾ അമ്മ അതിലേക്ക് കിടക്കാം. ശരി എന്നാ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ 2 കപ്പ് ചോറ്, സവാള 2 ചെറിയ 2 സവാള ചെറുതായി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത്, കടുക്, ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 2 മുട്ട, എണ്ണ ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങിയാലോ? ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് പാൻ അടുപ്പിലേക്ക് വെക്കാം. ഫ്ലെയിം കത്തിച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി മുട്ടച്ചോറ് ഉണ്ടാക്കും ഇല്ലേ? ഇനി പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ കടുകിടാം. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി വരട്ടെ. അങ്ങനെ കടുകൊക്കെ പൊട്ടി വരണം. ഈ കടുക് നല്ലപോലെ പൊട്ടാതെ ഇട്ടാലുണ്ടല്ലോ അത്ര ഒരു കടുവിൻ്റെ ഒരു ഫ്ലേവർ വരത്തില്ല. അത് നമ്മൾ കടുക് നല്ലപോലെ പൊട്ടിയിട്ടാകുമ്പോൾ ആ കടുക് വറുത്തതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവും. നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂക്കണം. അന്നേരം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. കരിഞ്ഞു പോയി വറ്റൽമുളക്. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് നല്ലപോലെ ഒന്ന് മൂക്കണം. ചെറുതായിട്ടൊന്ന് മൂക്കണം. അന്നേരം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയിൽ ഒരു റോസ് നിറമാവണം. ഒന്ന് വാടി കിട്ടണം. കുറച്ചു കാലം നമ്മുടെ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു ചേട്ടാ. എനിക്ക് സുഖമില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു സുഖമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. ഇനി നമ്മൾ അതും സാരം വെക്കണ്ട. ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസം ഇന്നാണ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ലോങ് ഇടാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം നല്ല ഉള്ളി നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്നതിനായിട്ട് നമുക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കി ഉപ്പ് പിന്നീട് ഇടാം, ചോറിട്ടതിന് ശേഷം ഇടാം. ഈ ഉപ്പിടുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറയുന്നു, ഉപ്പിടുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണം. നല്ല റോസ് നിറമാണ്. ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇത് കറിയൊന്നും വേണ്ട അല്ലയോ? കറിയൊന്നും വേണ്ട. കറി നമുക്ക് ശകലം അച്ചാറും ശകലം പപ്പടമോ അങ്ങനെ സൂപ്പർ ആയിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും ഒന്ന് ചെറുതായി വഴലട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഈ മസാലകളെല്ലാം കൂടെ ഒന്നും കൂടെ ആ സവാളയുടെ ഇതിൽ ഒന്ന് നല്ലപോലെ വഴണ്ട് വരണം. പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി അതിലേക്ക് നമുക്ക് ശകലം ഗരം മസാല കൂടി ഇടണം. അത് നേരത്തെ പറഞ്ഞിപ്പം വിട്ടുപോയി കേട്ടോ. ഗരം മസാല കൂടി ശകലം ഇടണം. ഒരു അരയോളം അടുപ്പിച്ച് 1/2 സ്പൂണോളം അടുപ്പിച്ച് ഗരം മസാല. ഇതൊക്കെ നല്ല റോസ് നിറമായി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തോ ശാലുവേ? നമുക്ക് മുട്ട തട്ടി ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട്.
ഇനി അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി. അതിലേക്ക് വേറൊരു കാര്യം, ശകലം കുരുമുളക് കൂടി ഈ മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പ് എല്ലാം നല്ല മിക്സ് ആക്കി. ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് നല്ല തോരൻ പോലെ ചിക്കി എടുക്കണം. എല്ലാം നമുക്ക് നല്ല തോരൻ പോലെ ഇരിക്കണം. ആ മുട്ട എല്ലാം നല്ല ടോസ്റ്റായി വരണം ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉപ്പ് ചോറിട്ട് കൊടുക്കണം. ഇത് നല്ല തോരൻ തരുമ്പോഴത്തേക്കും നല്ല ഇതാകണ്ടായി. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ഇവിടെ അപ്പച്ചോറൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. സൂപ്പറാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല നെയ്യും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും അല്ലേ? സത്യത്തിൽ ഇതിന് കറിയൊന്നും വേണ്ട അല്ലേ? കറിയുടെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇല്ലേ? വലിയ എരിവൊന്നുമില്ലല്ലോ. എരിവൊന്നുമില്ല, കറിയൊന്നും വേണ്ട. സൂപ്പർ ചോറാ. പെട്ടെന്ന് ഇപ്പം ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മുട്ടച്ചോറ് ശരിയാക്കി കഴിക്കാം. നമ്മളെവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ഒരു മുട്ടച്ചോറ് നമുക്ക് ഉണ്ടാക്കി എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഇനി അതിലേക്ക് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നെയ്യായിരിക്കും ഒന്നുകൂടെ നല്ലത്. ടേസ്റ്റ് നെയ്യാണ്. നല്ല മണമൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.